തൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും ക്യാൻസർ പിടിമുറുക്കുമ്പോഴും ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിച്ച മുഖവുമായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കാണ് മുനീർ പാലക്കൽ അറിവ് പകർന്നു നൽകിയത്. ഓരോ മനുഷ്യർക്കും പ്രചോദനമാകുന്ന മാതൃകാ ജീവിതം നയിച്ച മുനീറിനെ കൂട്ടിക്കൊണ്ടുപോകാൻ പ്രപഞ്ചനാഥൻ റമളാനിനെ കരുതി വച്ചതിൽ ആ ജീവിതം അറിയുന്നവർക്ക് അത്ഭുതമൊന്നും ഉണ്ടാകാനിടയില്ല. സാമൂഹിക സേവന രംഗങ്ങളിൽ സജീവമായിരുന്ന മുനീർ പാലക്കൽ സുന്നി സംഘടനകളുടെയും മഹല്ലിൻ്റെയും പ്രവർത്തനങ്ങളിൽ നേതൃപരമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. SSF കൊല്ലം ജില്ലാ സെക്രട്ടറിയായിരുന്ന കാലത്ത് വിദ്യാർത്ഥികളുടെ സാമൂഹിക മുന്നേറ്റത്തിന് വിലമതിക്കാനാകാത്ത സേവനങ്ങളാണ് മുനീർ ചെയ്തത്. 1991 പാലക്കൽ മുസ്ലിം LP സ്കൂളിൽ നിന്നായിരുന്നു മുനീറിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങുന്നത്. തുടർന്ന് തേവലക്കര ഇസ്സത്തുൽ ഇസ്ലാം UP സ്കൂളിലും അയ്യൻകോയിക്കൽ ഗവൺമെൻറ് HSSയിലുമായിരുന്നു പഠനം. പഠിക്കാൻ മിടുക്കനായിരുന്ന മുനീർ കൊല്ലം TKM കോളേജിൽ നിന്ന് മാത്തമാറ്റിക്സിൽ BScയും MScയും ഉയർന്ന മാർക്കോടെ പാസ്സായി. വെളിച്ചിക്കാല ബദരിയ B.Ed കോളേജിൽ നിന്നാണ് B.Edഉം കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിൽ നിന്നോ MPhilഉം നേടി. അടൂർ കേന്ദ്രീയ വിദ്യാലയത്തിൽ പുത്തൻതുറ ഗവൺമെൻറ് HSSലും കോവിൽത്തോട്ടം ലൂർദ് മാതാ ഹയർ സെക്കൻഡറി സ്കൂളിലും ഗസ്റ്റ് അധ്യാപകനായി സേവനം ചെയ്തു. ചിറിയൻകീയ നോബൽ ഗ്രൂപ്പ് ഓഫ് സ്കൂളിലും കൊല്ലം ഖാദിസിയയിലും സേവനം ചെയ്തിട്ടുണ്ട്. പ്രതിസന്ധികളോട് പോരാടി പഠനത്തിലും ജീവിതത്തിലും മികച്ച മാതൃക കാട്ടിയ മുനീറിൻ്റെ വിയോഗം PSCയുടെ ഹയർ സെക്കൻഡറി അധ്യാപക ലിസ്റ്റിൽ ഇടം പിടിച്ച ശേഷമാണെന്നതും ഏറെ നൊമ്പരപ്പെടുത്തുന്നതാണ്. മുനീറിനെ അവസാനമായി എലിസ്റ്റർ ഹോസ്പിറ്റലിൽ വെച്ച് കാണുമ്പോഴും പുറത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പിതാവിൻ്റെ വാക്കുകൾ ഹൃദയം നുറുങ്ങുന്നതായിരുന്നു. അവനൊന്ന് സംസാരിച്ചാൽ മാത്രം മതി, എത്ര നാൾ വേണമെങ്കിലും ഞങ്ങൾ നോക്കിക്കൊള്ളാം, ആ ഉപ്പ പറഞ്ഞു. രോഗാവസ്ഥയിൽ ഏറ്റവും നല്ല പരിചരണം നൽകിയ മുനീറിൻ്റെ ഭാര്യയെക്കുറിച്ചും രോഗത്തെക്കുറിച്ചറിയാതെ പതിവ് പോലെ വാപ്പിയുടെ നെഞ്ചിൽ കിടന്നുറങ്ങാൻ വാശി പിടിച്ച് കരയുന്ന 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞിനെക്കുറിച്ചും പറഞ്ഞ അദ്ദേഹം ഏറെ സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ആശ്വാസം തൻ്റെ മകന് കിട്ടുന്ന പ്രാർത്ഥനകളിലായിരുന്നു. ആ പ്രാർത്ഥനകൾ തന്നെയാകാം രോഗം കഠിനമായ ദിനങ്ങളിൽ നിന്നും ഈ റമളാനിലേക്ക് മുനീറിനെ എത്തിച്ചതും. പ്രിയപ്പെട്ട മുനീറെ, വിട പറയാൻ വാക്കുകളില്ല. ചെയ്ത നന്മകൾ കൂട്ടിനുണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം.